ജീവിതത്തിൽ അറിഞ്ഞു വെക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ രാവിലെ ഉണർന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് നമ്മൾ പരിചിതനായ ഒരാളെ കാണുന്നു. അദ്ദേഹം നമ്മൾക്ക് പരിചിതനാണ്, അദ്ദേഹം നമുക്ക് പരിചിതനായതുപോലെ അദ്ദേഹത്തിനും നമ്മൾ പരിചിതനാണ്. പരസ്പരം കണ്ടു. അന്നേരം നമ്മൾ എങ്ങനെയാണ് വിഷ് ചെയ്യുന്നത് അറിയാമോ? ഗുഡ് മോർണിംഗ് പറഞ്ഞാണ് വിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ പറയും? നമസ്കാരം എന്ന് പറഞ്ഞ് വിഷ് ചെയ്യും. അങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിഷ് ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗിൻ്റെ മലയാളം എന്താണെന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ സുപ്രഭാതം എന്നാണ്. സുപ്രഭാതവും പറയാറുണ്ടോ? നമ്മളിപ്പോൾ ഒരാളെ കണ്ടാൽ സുപ്രഭാതവും പറയാറുണ്ടോ? ഇല്ല. ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാം എന്ന് പറയും. അപ്പോൾ നമ്മൾ പരിചിതനായ ഒരാളെ കാണുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിചിതനായ ഒരാളെ കാണുകയാണ്. അദ്ദേഹം നമുക്കും ഫെമിലിയറാണ്, അദ്ദേഹത്തിനും ഫെമിലിയറാണെങ്കിൽ നല്ല ടേംസിലാണെങ്കിൽ, രണ്ടുപേരും നല്ല ടേംസിലായിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ രാവിലെ എന്ത് ചെയ്യുക? ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിഷ് ചെയ്യുക. അതുപോലെ രാവിലെയാണ് ഒരാളെ കോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹലോ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് വേണം കോൾ സ്റ്റാർട്ടാവാൻ കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളത് രാവിലെ 11:59 വരെ, രാവിലെ 11:59 വരെ ആരോടും നിങ്ങൾക്ക് എന്തോ പറയാം? ഗുഡ് മോർണിംഗ് എന്ന് പറയാം. എന്നാൽ 12 മണിക്ക് ശേഷം എന്തോ പറയുക? ആരെ കണ്ടാലും, പരിചിതനെ കണ്ടാലോ നമ്മൾ എന്തു പറയുക? ഗുഡ് ആഫ്റ്റർനൂൺ പറയുക. ഉച്ചയ്ക്ക് ശേഷം കോൾ വരികയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കോൾ ചെയ്യുകയോ ചെയ്താൽ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് വേണം കോൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ അതൊരു ഏകദേശം ഒരു 4 മണി വരെയൊക്കെ, 3:59 വരെയൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയും. 4 മണിക്ക് ശേഷം എന്താണ്? ഗുഡ് ഈവനിങ്. 4 മണിക്ക് ശേഷം നമ്മളൊരു പരിചിതനെ കണ്ടാൽ നമ്മൾ എന്തു പറയും? ഗുഡ് ഈവനിങ് എന്ന് പറയും. ഈ പരിചിതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മൾക്കും ഫെമിലിയറാണ് ആയിരിക്കണം, അതുപോലെ തന്നെ അദ്ദേഹത്തിനും പരിചയമുണ്ടായിരിക്കണം. ആ 2 പേരും തമ്മിൽ നല്ല ടേംസിലും ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാവൂ കേട്ടോ. അല്ലാതെ പരിചിതനാണ്, പക്ഷേ നമ്മളോട് അദ്ദേഹം ശത്രുതാമനോഭാവം പുലർത്തുന്ന ഒരാളോട് നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ ഗുഡ് ഈവനിങ് എന്നോ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാകും? അവിടെ വഴക്കുണ്ടാകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിൽ ഒരു ഫംഗ്ഷനോ മറ്റോ ബർത്ത്ഡേ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു മാരേജിൻ്റെ പാർട്ടിയാണ്, നിങ്ങൾ രാത്രിയിൽ ഒരു ഭവനത്തിൽ ചെല്ലുകയാണെങ്കിൽ എന്തു പറയും? ഗുഡ് ഈവനിങ് പറഞ്ഞാണ് വിഷ് ചെയ്തത്. ഗുഡ് ഈവനിങ് രാത്രി ഒരു കോൾ വന്നാൽ നമ്മൾ ഹലോ, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞാണ് കോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയുള്ള ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങുമ്പോൾ എന്തു പറയും? ഗുഡ് നൈറ്റ് പറഞ്ഞ് വിഷ് ചെയ്യും. ഗുഡ് നൈറ്റ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരാൾ ഫോണിലൂടെ നമ്മളോട് ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളെ കോൾ ചെയ്യാനോ പിന്നീട് അന്നേ ദിവസം അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാനോ പാടില്ല കേട്ടോ. അതൊരു മര്യാദയുടെ ഭാഗമാണ് കേട്ടോ. ഒരാൾ നമ്മളോട് രാത്രി ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പാടില്ല? പിന്നെ അയാളെ കോൾ ചെയ്യാനോ പിന്നെ മെസ്സേജ് അയക്കാനോ പാടില്ല. ഒരു മെസ്സേജ് രൂപത്തിലാണ് അദ്ദേഹം നമുക്ക് ഗുഡ് നൈറ്റ് അയക്കുന്നതെങ്കിൽ തിരിച്ചെന്ത് ചെയ്യുക? ഗുഡ് നൈറ്റ് നമ്മൾ അങ്ങോട്ട് അയക്കുക കേട്ടോ. ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളെ കോൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത്ര എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം കോൾ ചെയ്യുക കേട്ടോ. അതൊക്കെ ഒരു മര്യാദയുടെ ഭാഗമാണ് കേട്ടോ. രാവിലെ 11:59 വരെ ഗുഡ് മോർണിംഗ് പറയാം. പിന്നീട് എന്ത് ചെയ്യാം? ഗുഡ് ആഫ്റ്റർനൂൺ 3:59 വരെ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. പിന്നെ വൈകിട്ട് 4 മണിക്ക് ശേഷം രാത്രിയിൽ ഒരാളെ ആദ്യമായിട്ട് കണ്ടാലും ഗുഡ് ഈവനിങ് പറയാം. രാത്രിയിൽ പരിചിതർ തമ്മിൽ പിരിയുമ്പോൾ അന്നേരം ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയും കേട്ടോ. ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയും. ഓർത്തോക്കൊണ്ടൊരു സംഭവം പോകും. ഒരാൾ നമ്മളോട് ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് നൈറ്റ് പറയുക. ഫോണിലൂടെയാണ് ഗുഡ് നൈറ്റ് പറയുന്നതെങ്കിൽ ഗുഡ് നൈറ്റ് പറഞ്ഞ് നമ്മൾ സംസാരം അവിടെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അയാൾക്ക് ഉറക്കം വരുന്നു, സംസാരിക്കാൻ അല്പം താല്പര്യമില്ല എന്നതിൻ്റെ സൂചനയാണ് ഗുഡ് നൈറ്റ് പറയുന്നത് കേട്ടോ.
ഇതൊക്കെ മര്യാദയുടെ ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ ജീവിതത്തിൽ എന്തുണ്ട്, ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട്, ഈ അറിവുകളൊക്കെ ജീവിതത്തിൽ എന്താണ്, ഒരുപാട് മുതൽക്കൂട്ടാണ്.